കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ശിവാനിയും അർജുനും കരുണയും ഗുഹയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അവരുടെ വഴിയിൽ ഒരു പൂച്ച വന്ന് ചാടുകയുണ്ടായി. എന്നിട്ട് അവളുടെ ശരിക്കുമുള്ള രൂപത്തിലേക്ക് വരുന്നു. ആ പൂച്ചയെ കണ്ടപ്പോൾ ശിവാനി ഞെട്ടിപ്പോയി. ഇനി തുടർന്ന് കാണാം. മയൂരി, നീയോ? ഈ മയൂരി ആരാണെന്ന് പറ. നമ്മളുടെ വീട്ടിൽ ഏറ്റവും ആദ്യം അഞ്ജലിയായി വന്നത് മയൂരിയായിരുന്നു. പക്ഷെ കൗശിക് മയൂരിയെ കൊന്നുകളഞ്ഞല്ലോ. നീ ഒരിക്കലും മയൂരി ആവുകയില്ല. മയൂരിയുടെ രൂപത്തിലുള്ള ഏതോ അപരയാണ്. സത്യസന്ധമായി പറയൂ, നീ ആരാണ്? എന്തു പറ്റി? നിന്റെ ശക്തികളെല്ലാം വളരെ ക്ഷയിച്ചു പോയോ? ഞാൻ ആരാണെന്ന് കൂടി നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അല്ലേ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഞാനാണ് മയിൽ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പൂച്ച അവിടെ നിന്ന് അപ്രത്യക്ഷയായി. ശിവാനിയും അർജുനും കരുണയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ പെട്ടെന്ന് അമ്പുകളുടെ ശരവർഷമുണ്ടായി. അർജുനും ശിവാനിയും ചേർന്ന് കരുണയെ ഒളിപ്പിച്ചു വെച്ചു. എല്ലാ അമ്പുകളും ശിവാനിയുടെയും അർജുന്റെയും മേൽ വന്നു പതിക്കുന്നു. ശിവാനി, അർജുൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പരിക്കു പറ്റിയല്ലോ. നോക്ക്, എത്ര ചോരയാ വരുന്നത്. ആന്റി, നിങ്ങൾ പേടിക്കണ്ട. എന്ത് നടന്നാലും അത് നല്ലതിനു വേണ്ടിയാ. ഇനി എന്തായാലും അവന്റെ അവസാനം ഉറപ്പാണ്. ശിവാനി, എന്റെ ശക്തിയൊക്കെ എനിക്ക് എപ്പോഴാണ് ലഭിക്കുക? എന്നോട് ഗുരുജി പറഞ്ഞത് ആ പഴയ ക്ഷേത്രത്തിൽ പോയി നീ മഹാദേവന്റെ പൂജ ചെയ്യണമെന്നാണ്. അപ്പോൾ നിനക്ക് നിന്റെ എല്ലാ ശക്തികളും തിരികെ ലഭിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അത് ചെയ്യാം. ശിവാനിയും അർജുനും കരുണയും 3 പേരും ഗുഹയിലേക്ക് എത്തി. അർജുൻ, മുന്നിലിരിക്കുന്ന ശിവലിംഗത്തിന്റെ അടുത്ത് പോയി നീ പൂജകൾ ചെയ്തോളൂ. അപ്പോഴേക്കും ഞാൻ പോയി പീഹുവിനെ കണ്ടെത്തിയിട്ട് വരാം. ആന്റി, നിങ്ങളും അർജുന്റെ കൂടെ തന്നെ ഇരുന്നോളൂ. കരുണയും അർജുനും പരമശിവന്റെ മുന്നിൽ പൂജകൾ ചെയ്യാനായി ഇരിക്കാൻ തുടങ്ങി. ശിവാനി ആ മന്ത്രവാദിയെ വെല്ലുവിളിക്കുന്നു. അപ്പോൾ അവിടെ ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. പൊടിയും ഇലകളും കാറ്റിൽ പറന്നുയരാൻ തുടങ്ങി. കഠിനമായ മഴയോടൊപ്പം നല്ല ഇടിമിന്നലും വന്നു തുടങ്ങി. ഇപ്പോഴത്തെ കാലാവസ്ഥ കാണുമ്പോൾ തോന്നുന്നത് ഇന്ന് മഹാകാലം രൗദ്രരൂപത്തിലാണ് ഉള്ളതെന്നുള്ളതാണ്. ദുഷ്ടനായ മന്ത്രവാദി, നീ എവിടെയാണെങ്കിലും പുറത്തേക്ക് വാ. നിന്റെ നാശത്തിനായി ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ശിവാനി വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ചിട്ടും അകത്തുനിന്നൊരു ശബ്ദവും വരുന്നില്ല. അതുപോലെ മന്ത്രവാദിയും മുന്നോട്ട് വരുന്നില്ല. അല്പസമയത്തിനു ശേഷം ശിവാനി തന്റെ നാഗിനിയുടെ രൂപം സ്വീകരിച്ചു കഴിയുമ്പോൾ ആ പൂച്ച അങ്ങോട്ട് വന്നു. എന്നിട്ട് തന്റെ ശരിക്കുമുള്ള മനുഷ്യരൂപത്തിലേക്ക് വന്നു. ശിവാനിയും തിരിച്ച് മനുഷ്യരൂപം പ്രാപിക്കുന്നു. അത് ശരി, അപ്പൊ നീ ശരിക്കും ഒരു അപര തന്നെയാണല്ലേ? നീ മയൂരിയുടെ രൂപം സ്വീകരിച്ച് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയായിരുന്നോ? അതെ, ഞാൻ പൂച്ചയാണ്. ഞാൻ വിചാരിച്ചാൽ നിന്റെ കണ്ണ് തന്നെ എന്നെ കൊണ്ടെടുക്കാൻ പറ്റും. പിന്നെ നിന്റെ ഈ സുന്ദരമായ ശരീരത്തെ ഞാൻ എന്റെ വലിയ നഖങ്ങൾ കൊണ്ട് കീറി മുറിക്കും. ആരാരെ എന്ത് ചെയ്യുമെന്നുള്ളത് കുറച്ചു കഴിയുമ്പോൾ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഓക്കെ, നീ മരിക്കാൻ തയ്യാറായിക്കോ? ഇത്രയും പറഞ്ഞുകൊണ്ട് ആ പൂച്ച ഒരു ശക്തമായ ചാരം ശിവാനിയുടെ കണ്ണിലേക്ക് എടുത്തെറിയുന്നു. അതുമൂലം ശിവാനിയുടെ കണ്ണുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. ശിവാനി കണ്ണുകൾ തുറക്കാനായി ശ്രമിച്ചു നോക്കുന്നു. ആ കിട്ടിയ അവസരം ഉപയോഗിച്ച ആ പൂച്ച ശിവാനിയെ തള്ളി താഴെയിടുന്നു. ശിവാനിയും കണ്ണുകൾ അടച്ചുപിടിച്ചുകൊണ്ട് തന്നെ ആ പൂച്ചയെ തള്ളി മാറ്റുന്നു. എന്നാൽ ആ പൂച്ച ശിവാനിയുടെ മുകളിൽ കയറിയിരുന്ന് അവളെ തല്ലുന്നു. അത് ശിവാനിയെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. അപ്പോൾ അവൾ തന്റെ കണ്ണുകൾ തുറന്നു. ശിവാനി ആ പൂച്ചയെ എടുത്തു പൊക്കി ദൂരേക്കെറിഞ്ഞു കൊന്നുകളഞ്ഞു. എന്നിട്ട് തന്റെ ശക്തിയെ ഉപയോഗിച്ച് ഒരു കത്തിയെടുത്ത് ആ പൂച്ചയെ ദൂരെ നിന്ന് തന്നെ എറിഞ്ഞു. അത് ആ പൂച്ചയുടെ കണ്ണുകളിൽ തന്നെ പോയി കൊണ്ടു. വേദന മൂലം ആ പൂച്ച അവിടെ കിടന്ന് ഉറക്കെ ഉറക്കെ കരയാൻ തുടങ്ങി. ശിവാനി അപ്പോൾ ഒരു ശൂലം വരുത്തിച്ച് അതെടുത്ത് ആ പൂച്ചയുടെ വയറിന് നേരെ എറിഞ്ഞു. അതുമൂലം ആ പൂച്ച അവിടെ കിടന്ന് പിടഞ്ഞു മരിച്ചു. ശിവാനി വീണ്ടും അവിടെ നിന്ന് ഉച്ചത്തിൽ മന്ത്രവാദിയെ വെല്ലുവിളിക്കാൻ തുടങ്ങി. എടാ ദുഷ്ടനായ മന്ത്രവാദി, നിനക്ക് അല്പമെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ നീ നേരെ വന്നു നിന്ന് ഏറ്റുമുട്ട്. ഇന്ന് തന്നെ നിന്റെ അവസാനം ഞാൻ ഉണ്ടാക്കും. പൂച്ചയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും ആ മന്ത്രവാദി പുറത്തേക്ക് വന്നില്ല. അതുപോലെ ശിവാനിയുടെ വെല്ലുവിളിയും അയാളെ ഒരു രീതിയിലും ബാധിച്ചില്ല. അപ്പോൾ ശിവാനിക്ക് പെട്ടെന്ന് കരുണയുടെ ശബ്ദം കേൾക്കാനിടയായി. അവൾ പെട്ടെന്നോടി അവരുടെ അടുത്തേക്ക് ചെന്നു. ശിവാനി, പീഹു എവിടെയാണെന്ന് വല്ല വിവരവും കിട്ടിയോ? ഇല്ല ആന്റി, ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ശിവാനിയും കരുണയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് നാഗദേവത പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും നാഗദേവതയെ വണങ്ങുന്നു. ശിവാനി, ഞാൻ ആ ശിവഭഗവാനോട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാപികളെ അവസാനിപ്പിക്കുന്ന നിന്റെ അവസാന യുദ്ധമായി ഇതിരിക്കട്ടെ.
ഇപ്പോൾ നിനക്ക് നല്ലൊരു അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നീ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക. ഈ മന്ത്രവാദി മരണമില്ലാത്തവൻ, അതുകൊണ്ട് ഇവനെ എളുപ്പത്തിൽ കൊല്ലുവാൻ സാധിക്കില്ല. എന്നാലും നിന്നെ കൊണ്ടത് കഴിയും. പിന്നെ ഈ ദിവസം നീ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്കിവനെ കൊല്ലുവാൻ സാധിക്കില്ല. മന്ത്രവാദി പുറത്തേക്കേ വരുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ കൊല്ലാനാണ്? നിനക്ക് ഈശ്വരനെ കൊണ്ട് മാത്രമേ വഴി കാണിക്കുവാൻ പറ്റൂ. ശിവഭഗവാനോ? അതെ, ആ ശിവഭഗവാനെ നീ ധ്യാനിക്കൂ, എന്നിട്ട് വരാൻ പറയൂ. നാഗദേവതയുടെ ഒപ്പം ബാക്കി എല്ലാവരും അവിടെ പൂജയ്ക്കായി ഇരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പീഹു ഓടി പുറത്തേക്ക് വന്നു. എല്ലാവരും ചേർന്ന് പീഹുവിനോട് ചോദിച്ചു അവൾ എവിടെയായിരുന്നു എന്ന്. പക്ഷെ പീഹുവിന് അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് പീഹു പെരുമാറിക്കൊണ്ടിരുന്നിരുന്നത്. നോക്കൂ ശിവാനി, പീഹുവും നമ്മളെ തേടി ഇവിടെ എത്തിയിരിക്കുകയാണ്. പിന്നിൽ എന്തോ ഒന്നുണ്ട്. അതായത് ആ മന്ത്രവാദി ഇന്ന് തീർച്ചയായും വെളിയിൽ വരില്ല. അവൻ അകത്തൊളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ തന്നെ അകത്ത് പോകേണ്ടി വരും. എന്നാൽ അവനെ എങ്ങനെ കൊല്ലണമെന്ന് ആ മഹാദേവൻ തന്നെ നിനക്ക് തുണ കാണിക്കും. എല്ലാവരും ചേർന്ന് വീണ്ടും മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി. പൂജകളിലും അർച്ചനകളിലും പ്രസാദിച്ച് ശിവഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല, ശബ്ദം മാത്രമേ കേൾക്കാനായുള്ളൂ. ശിവാനി, അർജുൻ, നിങ്ങൾ ഇതുവരെ നടത്തിയ പൂജയിൽ ഞാൻ സംതൃപ്തനായി. നിങ്ങൾ ഒരുപാട് വർഷമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഇതൊരു പരീക്ഷണമായിരുന്നു. ആ ദുഷ്ടന്മാരൊക്കെ നിങ്ങളുടെ കൈകൊണ്ട് ചാകണമായിരുന്നു. അതായിരുന്നു വിധി. ഈ ദുഷ്ടനും ഈ ത്രിശൂലം കൊണ്ടാണ് മരിക്കേണ്ടത്. അതുകൊണ്ട് ഈ ത്രിശൂലം ഞാൻ നിനക്ക് നൽകുന്നു. ശിവാനി, നീ ആ ഗുഹയ്ക്കുള്ളിൽ പോയി ആ മരണമില്ലാത്ത ദുഷ്ടനെ നശിപ്പിക്ക്. നീ ചെയ്യാൻ പോകുന്ന ഈ കാര്യത്തിന് ഈ ലോകം നിന്നോട് കടപ്പെട്ടിരിക്കും. എല്ലാവരും ചേർന്ന് ശിവഭഗവാനോട് നന്ദി പറയുന്നു. അപ്പോൾ ശിവഭഗവാൻ അവർക്ക് മറ്റൊരു വരം കൂടെ നൽകി. ശിവാനി, അർജുൻ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും എല്ലാ ശക്തികളും ലഭിച്ചിരിക്കുന്നു. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിനി നാഗലോകത്ത് തന്നെ താമസിക്കാം. ഇല്ലെങ്കിൽ അമ്മയോട് കഴിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാധാരണ മനുഷ്യരെ പോലെ തന്നെ ഭൂമിയിൽ കഴിയാം. അർജുൻ, ഈ ജന്മത്തിൽ കരുണയാണ് നിന്റെ അമ്മ. അതുകൊണ്ടാണ് നിന്നോട് അവൾക്ക് അത്രയേറെ വാത്സല്യമുള്ളത്. ഞാൻ ഈ ഭൂമിയിൽ തന്നെ കരുണ അമ്മയോടൊപ്പം അർജുന്റെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ശിവഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അപ്പോൾ ശിവാനി ആ ത്രിശൂലവും എടുത്തുകൊണ്ട് ഗുഹയ്ക്കകത്തേക്ക് ആ മന്ത്രവാദിയെ അന്വേഷിച്ച് ചെല്ലുന്നു. എന്നാൽ ആ മന്ത്രവാദി ഇന്നത്തെ രാത്രിയെ എങ്ങനെയും മറികടക്കാൻ ആഗ്രഹിച്ചു. അത് കാരണം തന്നെ അയാൾ ശിവാനിയെ ആക്രമിക്കാൻ മുതിരുന്നില്ല. പകരം അയാൾ ശബ്ദമുണ്ടാക്കാതെ ഒളിച്ചിരിക്കുകയായിരുന്നു. അവസാനം ശിവാനി അയാളെ കണ്ടെത്തുക തന്നെ ചെയ്തു. എന്നിട്ട് ഗുഹയിൽ നിന്ന് പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നു. ഇങ്ങോട്ട് നോക്കൂ ശിവാനി, നീ ഇന്ന് എന്റെ അടുത്തേക്ക് വരരുത്. നിനക്ക് വേണമെങ്കിൽ നാളെ എന്നോട് പോരാടാം. ഇന്ന് നീ എന്നെ വിട്ടേക്ക്. ഞാൻ തീർച്ചയായും വിടാം, പക്ഷെ ഗുഹയ്ക്കുള്ളിലേക്കല്ല, പകരം മരണത്തിലേക്ക്. അങ്ങനെയാണോ? എങ്കിൽ ഇന്ന് നീയാണോ ഞാനാണോ എന്ന് നോക്കാം. മന്ത്രവാദി തന്റെ ശക്തികൾ ഉപയോഗിച്ച് ശിവാനിയെ ആക്രമിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആ ശക്തികളൊന്നും ശിവാനിയെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. അപ്പോൾ ശിവാനി മന്ത്രവാദിയെ പിടിച്ചു നിലത്തിട്ട് അടിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം ആ മന്ത്രവാദി ഭൂമിയിലേക്ക് വീണു. അപ്പോൾ ശിവാനി തന്റെ ഒരു കാലെടുത്ത് ആ മന്ത്രവാദിയുടെ വയറിന്മേൽ വെച്ചു. എന്നിട്ട് ശിവഭഗവാൻ കൊടുത്ത ആ ത്രിശൂലം മന്ത്രവാദിയുടെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കി. അതുമൂലം ആ മന്ത്രവാദി വേദന കൊണ്ട് പിടഞ്ഞു മരിച്ചു. ഇത് കണ്ടപ്പോൾ ഭൂമിയിലും പാതാളത്തിലും സ്വർഗത്തിലും 1000 ദീപങ്ങൾ തെളിഞ്ഞു. സന്തോഷത്താൽ നിറഞ്ഞാടി. ശിവാനി, നീ ഒരു വിധത്തിൽ ആ മഹാഭാപിയെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശരി, ഞാനിപ്പോൾ പോകുന്നു. നീ നിന്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായി കഴിയൂ. നാഗദേവതി, ഈ നാഗമാണിക്യം ഞങ്ങൾ താങ്കളെ ഏൽപ്പിക്കുകയാണ്. ദയവായി ഇത് നാഗലോകത്ത് തന്നെ വെക്കണം. അർജുനും ശിവാനിയും നാഗദേവതയ്ക്ക് ആ മാണിക്യം കൈമാറുന്നു. എന്നിട്ട് കരുണയോടൊപ്പം വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് കരുണ രണ്ടുപേരുടെയും കല്യാണം നടത്തി. ഇപ്പോൾ ശിവാനിയും അർജുനും പീഹുവും കരുണയും സന്തോഷത്തോടെ ജീവിക്കുകയാണ്.